പ്രൈസ് ദ ലോർഡ്. എല്ലാ കൂട്ടുകാർക്കും ലിറ്റിൽ ലോഗോസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മൾ ലോഗോസ് ബൈബിൾ ക്വിസ് 2025 വേണ്ടിയിട്ടുള്ള പോർഷൻസ് ഓരോന്നായിട്ട് എടുത്ത് പഠിച്ചു തുടങ്ങുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ന്യായാധിപന്മാർ 11-ാം അധ്യായം ആണ് നമ്മൾ പഠിക്കുന്നത്. ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിൽ 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത്. നമുക്ക് പഠിക്കുവാനുള്ള എളുപ്പത്തിനായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ 11-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും അതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷൻ ആദ്യം വായിച്ചു കേൾക്കാം അല്ലേ? ഓക്കെ. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദ് ആയിരുന്നു അവൻ്റെ പിതാവ്. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, ഞങ്ങളോടുകൂടി വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ജെഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച. അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു. അപ്പം നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ന്യായാധിപന്മാർ 11-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കിത് എന്താണെന്ന് നോക്കാം അല്ലേ? നമുക്കിത് മനസ്സിലാക്കാം. ഇനി നമ്മളിവിടെ മെയിനായിട്ട് ജെഫ്തായുടെ കാര്യമാണ് പറയുന്നത്. ജെഫ്ത ഏത് നാട്ടുകാരനായിരുന്നു? ഗിലെയാദുകാരനായിരുന്നു ജെഫ്ത. അതുപോലെ ജെഫ്തായെ വിശേഷിപ്പിക്കുന്നുണ്ട്, ശക്തനായ സേനാനിയായിട്ടാണ് ജെഫ്തായെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഇനി അവൻ ഒരു വേശ്യാപുത്രനായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വഭാര്യയിലുള്ള പുത്രനായിരുന്നില്ല, മറിച്ച് അന്യസ്ത്രീയിൽ ഗിലെയാദിന് ഉണ്ടായിരുന്ന പുത്രനായിരുന്നു ജെഫ്ത. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗിലെയാദുകാരനായ ജെഫ്ത എന്ന് പറയുന്നുണ്ടല്ലേ. ഗിലെയാദുകാരനായ ജെഫ്ത ഇതിവിടെ ഒരു സ്ഥലപ്പേരും അതുപോലെ തന്നെ ജെഫ്തയുടെ പിതാവിൻ്റെ പേരും ഗിലെയാദ് എന്ന് തന്നെയാണ്. സോ ഗിലെയാദ് എന്ന ആ ഒരു പേര് ഇവിടെ ഒരു സ്ഥലത്തിനും അതുപോലെ തന്നെ ഒരു വ്യക്തിക്കും വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഗിലെയാദ് എന്നുള്ളത് ജെഫ്തയുടെ സ്ഥലവും അതുപോലെ തന്നെ ജെഫ്തയുടെ പിതാവിൻ്റെ പേരുമാണ്. പിന്നെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ജെഫ്തായെ ശക്തനായ സേനാനിയായിട്ട് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവനൊരു വേശ്യാപുത്രനായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇനി ഈ ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരൊക്കെ വളർന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല. കാരണം എന്താണ്? നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ സ്വഭാര്യയിലുണ്ടായിരുന്ന ഗിലെയാദിൻ്റെ പുത്രന്മാർ വളർന്നു വന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, കാരണം നീ അന്യസ്ത്രീയിലുണ്ടായതാണ്. സോ എന്ത് ചെയ്തു? ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്നൊക്കെ ഓടിപ്പോയി ഏത് സ്ഥലത്ത് ചെന്നാണ് താമസിച്ചത്? തോബ്. മനസ്സിലാക്കി വെക്കുക, ഓർത്തു വെക്കേണ്ടതാണ്. തോബ് എന്ന സ്ഥലത്താണ് സഹോദരന്മാരിൽ നിന്ന് മാറി ഓടിപ്പോയി ജെഫ്ത താമസിച്ചിരുന്നത്. ഇനി ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. അത് ചോദിക്കുന്നതാണ്.
ജഫ്തായോട് കൂടി ചേർന്ന് ഒരു നീച സംഘമാണ് കൊള്ള ചെയ്ത് നടന്നിരുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ആ ഒരു സമയത്താണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ജഫ്ത തൻ്റെ സഹോദരനിൽ നിന്ന് മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് തന്നെ ഇസ്രായേലിനെതിരെ ആരാണ് യുദ്ധത്തിന് വന്നത്? അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. അങ്ങനെ ഇരിക്കെ അവിടെ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. ഗിലെയാദിലെ ഇത് എല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ളതായി തോന്നും. പക്ഷെ ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഗിലെയാദിലെ നിവാസികളല്ല പോയത്, ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരാണ് ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. ഇനി എന്നിട്ട് അവർ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ എന്താണ് ജഫ്തായോട് പറഞ്ഞത്? അമ്മോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ നയിക്കണം. അപ്പം ഇനി എന്താ, ജഫ്ത ഇതിനു മുന്നേ എവിടെയായിരുന്നു താമസിച്ചത്? ഗിലെയാദിലാണ് താമസിച്ചിരുന്നത് അല്ലേ? അവിടുന്ന് സഹോദരന്മാർ പുറന്തള്ളിയപ്പോൾ തോബ് എന്ന സ്ഥലത്ത് വന്ന് താമസിക്കുകയാണ് ഉണ്ടായത്. അപ്പം ജഫ്ത തിരിച്ച് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? എന്നെ വെറുക്കുകയും ചെയ്തു, അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഗിലെയാദിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ല എന്നാണ്. അപ്പം ഇപ്പോൾ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണോ എന്നാണ് ആര് ചോദിക്കുന്നത്? ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് എന്താണ് പറഞ്ഞത്? ഞങ്ങളോടുകൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് അതിന് മറുപടിയായിട്ട് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒന്ന്, കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനാണ്. രണ്ടാമതായിട്ട് എന്താണ്? ഗിലെയാദ് നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും വേണ്ടിയാണ് ഇപ്പോൾ തോബ് പ്രദേശത്ത് നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, ഇതിന് മറുപടിയായിട്ട് ജഫ്ത എന്താണ് പറഞ്ഞത്? അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. എന്താണ് ജഫ്ത പറഞ്ഞു? അങ്ങനെ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ നിങ്ങളോടുകൂടി ഞാൻ വരികയും കർത്താവ് ആരെ? അമ്മോന്യരെ തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ആരുടെ നേതാവാകുമെന്നാണ് ജഫ്ത ഗിലെയാദ് നിവാസികളുടെ നേതാവാകുന്ന ജഫ്ത തന്നെ പറയുകയാണ്. അതിന് മറുപടിയായി ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആര് സാക്ഷിയായിരിക്കട്ടെ ആ പറഞ്ഞതിന് എന്നാണ് പറയുന്നത്? കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ്. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച. ഈ ചില കാര്യങ്ങൾ ആരോട് പറഞ്ഞു എന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പം എന്താണ് നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച? ആരോട് പറഞ്ഞു? ആരാണ്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ആരോട് ചോദിച്ചതാണ്? ജഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചതാണ്. ഇനി അപ്പം അതിനുശേഷം എന്താണ്? അവൻ ഗിലെയാദിലെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ജഫ്ത ആരോട് കൂടെ പോയി? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ ഗിലെയാദിൽ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. അപ്പം അവിടെ എന്താണ് പറഞ്ഞതുപോലെ തന്നെ നേതാവായി ജഫ്തായെ സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു. എവിടെ വെച്ചിട്ടാണ് എന്താണ് ജനങ്ങളോട് ജഫ്ത സംസാരിച്ചതെന്ന് പറയുന്നത്? മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ആണ് ആര് സംസാരിച്ചത്? ജഫ്ത സംസാരിച്ചത്. അതുപോലെ അത് ആ മിസ്പ എന്നുള്ള ആ ഒരു സ്ഥലപ്പേര് പ്രത്യേകമായി ഓർത്ത് വയ്ക്കുക. ഇനി പല ക്വസ്റ്റ്യൻസും നമുക്ക് പറയാൻ പറ്റും. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരുടെ പറഞ്ഞതനുസരിച്ച് അവരോടൊപ്പം പോയി ജഫ്ത ജനം എങ്ങനെയാണ് സ്വീകരിച്ചത്? ആരായിട്ടാണ് സ്വീകരിച്ചത്? നേതാവായിട്ടാണ് സ്വീകരിച്ചത്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ പഠിക്കുമ്പോൾ തന്നെ നന്നായി അത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് പറയാവുന്ന ഇതിൽ മെയിനായിട്ട് ഇത്രയും പഠിച്ച ഈ വായിച്ചു കേട്ട വചനഭാഗങ്ങളിൽ 2 സംഭാഷണങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്താണ്?
ആദ്യത്തെ സംഭാഷണം ആരുമായിട്ടാണ് ഉള്ളത്? ജഫ്തായും സഹോദരന്മാരുമായിട്ട്. സഹോദരന്മാർ പറയുന്നില്ലേ, നീ എന്താണ് അന്യ സ്ത്രീയുടെ മകനാണ്, പിതാവിൻ്റെ അവകാശം നിനക്ക് കിട്ടാൻ പാടില്ല. അതുപോലെ തന്നെ രണ്ടാമതൊരു സംഭാഷണം വരുന്നത് ആരുമായിട്ടാണ്? ഗിലാദിലെ ശ്രേഷ്ഠന്മാരും ജഫ്തായും തമ്മിൽ. അവിടെ എന്താണ്, ഗിലാദിലെ ശ്രേഷ്ഠന്മാർ തോബ് എന്ന സ്ഥലത്ത് വന്നിട്ട് ജഫ്താനോട് അമോന്യരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളോട് കൂടി വരണമെന്ന് പറയുന്നു. തിരിച്ച് ജഫ്ത പറയുന്നുണ്ട്, അപകടത്തിൽപ്പെട്ടപ്പോൾ എൻ്റെ അടുക്കൽ വരുന്നോ, അതുപോലെ തന്നെ എന്താണ്, നിങ്ങളോട് കൂടി വന്ന കർത്താവ് അമോന്യരെ ജഫ്തായുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ നിങ്ങളുടെ നേതാവായിരിക്കും. സോ ഈ ഒരു സംഭാഷണമാണ്, ഈ 2 സംഭാഷണങ്ങളാണ് നമ്മളിന്ന് ഇതിൽ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒറ്റ തവണ ഒന്ന് മനസ്സിരുത്തി ഒന്നുകൂടി വായിച്ചാൽ നിങ്ങൾക്കിത് കൂടുതലായിട്ട് ക്ലിയർ ആകും. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടി വായിക്കുന്നില്ല. നിങ്ങളത് ആദ്യത്തെ പ്രാവശ്യം നന്നായി അത് ഗ്രഹിച്ചു. രണ്ടാമത് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി കൂടുതൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൽ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് ഓർമ്മിക്കാനുള്ള വാക്കുകൾ, അതുപോലെ തന്നെ കാര്യങ്ങൾ എന്നുള്ളതാണ് വരുന്ന സ്ലൈഡിൽ ഞാൻ പറയുന്നത്. ഓക്കെ, ഞാനപ്പോൾ എന്ത് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ കുറച്ച് ബബിൾസിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട ചില പേരുകളും ടേംസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ജഫ്ത എന്നുള്ള ഇതിൽ എന്താണ് അപ്പോൾ ഓർക്കേണ്ടത്? ജഫ്ത എന്താണ് മനസ്സിലോട്ട് വരുന്നത്? ജഫ്ത ഗിലെയാദുകാരനായിരുന്നു. ജഫ്തായുടെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? ഗിലെയാദ് എന്നായിരുന്നു. പിന്നെ ജഫ്തായെക്കുറിച്ച് എന്താ പറയുന്നത്? ശക്തനായ സേനാനി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ജഫ്തായെയാണ് ശക്തനായ സേനാനി എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വേശ്യപുത്രൻ എന്ന് പറയുന്നതും ആരെയാണ്? ജഫ്തായെയാണ്. ഇനി ഗിലെയാദ് നമ്മൾ എന്താണ് ഒരു സ്ഥലത്തിൻ്റെ പേരായും ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ജഫ്തായുടെ ഏത് ഗിലെയാദുകാരനായിരുന്നു ജഫ്ത എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജഫ്തായുടെ പിതാവിൻ്റെ പേരും ഗിലെയാദ് എന്നാണ്. അടുത്തത് വേശ്യപുത്രൻ ആരെയായിട്ടാണ് നമ്മൾ പറയുന്നത്? ജഫ്തയായിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഇനി തോബ്, എന്താണ് തോബ് എന്നുള്ളത്? തോബ് എന്തിൻ്റെ പേരാണ്? തോബ് ഒരു സ്ഥലപ്പേരാണ് അല്ലേ? എന്താണ്, തോബ് എന്ന സ്ഥലത്തായിരുന്നു ജഫ്ത തൻ്റെ സഹോദരന്മാരാൽ പുറന്തള്ളപ്പെട്ടപ്പോൾ പോയി താമസിച്ച സ്ഥലത്തിൻ്റെ പേരാണ് തോബ്. ഇനി നീചസംഘം എന്തായിരുന്നു? അപ്പം ജഫ്ത തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചപ്പം അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. എന്താണ് ആ നീചസംഘം ചെയ്തിരുന്നത്? കൊള്ള ചെയ്തു നടന്നിരുന്നു. ഓക്കെ, ആ വാക്കുകൾ എല്ലാം ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് അമോന്യർ എന്താണ്? ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നവനാണ് അമോന്യർ അല്ലേ? അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോഴാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ എവിടെ ചെന്നത്? തോബ് എന്ന സ്ഥലത്ത് ജഫ്തായെ ചെന്ന് കണ്ട് അവരോട് കൂടി വരണമെന്ന് അഭ്യർത്ഥിക്കാൻ പോയത്. സോ അമോന്യർ എന്താണ്? ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന ആളുകളാണ്. ഓക്കെ, ഇനി കർത്താവ് സാക്ഷി. ഈ ഒരു ടേം നിങ്ങൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഷോർട്ടായിട്ട് എഴുതിയതാണ്. കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ആ ഒരു ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ്. ഇവിടെ ചെറുതായിട്ട് ഞാനിവിടെ സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ആരാണത് പറഞ്ഞിട്ടുള്ളത്? കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ആരാണ് പറഞ്ഞത്? ഇത് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചതാണ്. എപ്പോഴാണ് പറഞ്ഞത്? ഇത് ജഫ്ത പറയുന്നുണ്ട്, അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അമോന്യരെ തനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നേതാവാകുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രേഷ്ഠന്മാർ പറഞ്ഞതാണ്, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച എന്ന ഒരു വാക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഈ വാക്കുകൾ എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ വായിച്ച് കേട്ടതും ഒന്ന് റിവൈസ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത സ്ലൈഡിലോട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ജഫ്തായെ പുറന്തള്ളി എന്ന വാക്ക് എവിടെയാണ്? ആരാണ് ജഫ്തായെ പുറന്തള്ളിയത്? ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞു ജഫ്തായുടെ പിതാവ് ആണ് ഗിലെയാദിന്
ഗിലെയാദിൻ്റെ വേശ്യപുത്രനായിട്ടാണ് ജഫ്തായെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായിരുന്ന പുത്രന്മാർ ജഫ്തായെ പുറന്തള്ളി. ഓക്കെ, ഇനി അടുത്തത് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ എപ്പോഴാണ്? ഈ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ആണ് എന്ത് ചെയ്തത്? എപ്പോഴാണ് അവർ ഇതിലോട്ട് വന്നത്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ തോബ് എന്ന ദേശത്ത് ജഫ്തായെ അന്വേഷിച്ചു പോയത് ആരാണ്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരാണ്. ഓക്കെ, ഇനി നേതാവായിരിക്കുക എന്താണ്? ആ ഒരു വാക്ക് എവിടെയാന്ന് വെച്ചാൽ, ഞങ്ങളോട് കൂടി വന്ന് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ തോബെന്ന സ്ഥലത്ത് ചെന്ന് ജഫ്തായോട് പറയുന്നുണ്ട്, എന്താണ്? ഞങ്ങളോടുകൂടി വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും വേണ്ടിയാണ് നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ആരെയാണ് ജനം നേതാവായി സ്വീകരിച്ചിട്ടുള്ളത്? ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടി ജഫ്ത തോബെന്ന സ്ഥലത്ത് നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഗിലെയാദിലെത്തിയപ്പോൾ ജനം ജഫ്തായെ എങ്ങനെയാണ് സ്വീകരിച്ചു എന്ന് പറയുന്നത്? ജനം അവനെ നേതാവായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ശക്തനായ സേനാനി, നമ്മളിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരാണ് ശക്തനായ സേനാനിയായിട്ട് ഈ നമ്മൾ വായിച്ച ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്? ജഫ്തയാണല്ലേ. ഇനി അടുത്തത് മിസ്പ. മിസ്പ എന്നുള്ളത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? വചനഭാഗത്ത് വായിച്ചതിൽ എന്താണ്? അപ്പം ഈ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടി എവിടെ ജഫ്ത ഗിലെയാദിലെത്തി. അപ്പോൾ അവിടെ വെച്ചിട്ട് ജനം അവനെ നേതാവായി സ്വീകരിച്ചു. ഇനി മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു. എവിടെ വെച്ചിട്ടാണ് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത്? മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച്. എല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. ആരുടെ മുൻപിൽ വെച്ചാണ് ജനങ്ങളോട് മിസ്പായിൽ വെച്ച് ജഫ്ത സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ വെച്ച് എന്നാണ്. സോ ആ സെൻറ്റൻസ് വ്യക്തമായി നിങ്ങൾ ഓർത്തിരിക്കുക. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു. ഇനി അടുത്തത് പിതാവിൻ്റെ അവകാശം. ഈ ഒരു ടേം എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഇതാരാണ്? പിതാവിൻ്റെ അവകാശത്തിന് നീ അർഹനല്ല എന്ന് പറയുന്നത് ആരാണ്? ഗിലെയാദിൻ്റെ സ്വഭാര്യയിലുണ്ടായിരുന്ന പുത്രന്മാർ വളർന്നു വലുതായപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞതാണല്ലേ, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. ഓക്കെ, അതാണ് ആ ഒരു പിതാവിൻ്റെ അവകാശം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളത് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കപ്പം ഇന്ന് ഇത്രയും നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം വായിച്ചു 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള ഈ ബബിൾസിലിട്ട ഓരോ വാക്യങ്ങൾ, ടേംസും പേരുകളും ഒക്കെ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം അതിൽ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്താണ്? ഇനി ഇത് നിങ്ങൾ ഒരു തവണ കൂടി ഒന്ന് മനസ്സിരുത്തി 1 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ നിങ്ങളുടെ ഓർമ്മയിൽ നിലകൊള്ളും. അപ്പം നിങ്ങൾ ഒരു തവണ മാത്രമല്ല പറഞ്ഞേ, എത്ര തവണ 1, 2, 3, ഒരു 10 തവണ വായിച്ചാലും നിങ്ങളുടെ ഇത് മനസ്സിൽ കൂടുതൽ പതിയാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങളിത് നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ന്യായാധിപന്മാർ അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ 12 മുതലുള്ള വാക്യങ്ങളായിരിക്കും കവർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത അധ്യായ വാക്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.